നിങ്ങൾ അലറി വിളിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്നത് അനുസരണയല്ല, ഭയമാണ്. നിങ്ങളുടെ ശബ്ദം അവന് സ്നേഹമാണോ അതോ ഭയമാണോ സമ്മാനിക്കുന്നത്? ഇത് കുട്ടിയുടെ പെരുമാറ്റം മാറ്റാം, എന്നാൽ ചിലപ്പോൾ ഇത് വ്യക്തിത്വ വൈകല്യത്തിന് കാരണമാകും. ഞാൻ അനിത, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരൻറ്റിംഗ് കോച്ച്. ഞാൻ ഇന്ന് യെല്ലിങ് അല്ലെങ്കിൽ അലറി വിളിച്ചുള്ള സംസാരത്തെക്കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും കുട്ടികളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പാരൻസ് അലറി വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇത് കുട്ടികളിൽ വൈകാരികവും മാനസികവും അതുപോലെ തന്നെ ബൗദ്ധികവുമായിട്ടുള്ള ഒത്തിരി കുറവുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. ഇത് കുട്ടിയുടെ ബ്രെയിനിലെ അമിഗ്ദല എന്ന ഭാഗത്തെയാണ് ബാധിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിയുടെ ഇമോഷൻ ഒരു ത്രെട്ടണിങ് മോഡിലോട്ട് പോകുന്നത് കാരണം, അതായത് ഭയാനകമായൊരു അന്തരീക്ഷത്തിലോട്ട് പോകുന്നത് കാരണം അമിഗ്ദല ഓവർ ആക്റ്റീവ് ആകും. അങ്ങനെ വരുമ്പോൾ കുട്ടിയാണെങ്കിൽ ഭയന്ന് വിറയ്ക്കും. നിങ്ങൾ കൊടുക്കുന്ന ഒരു ഉപദേശവും അവനങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അവൻ്റെ ബ്രെയിൻ സിസ്റ്റം ആ സമയത്ത് ആ അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അവൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഭയന്ന് നിറച്ച് നിൽക്കും. പക്ഷേ ഈ കുട്ടിയിൽ സെൽഫ് കോൺഫിഡൻസോ സെൽഫ് എസ്റ്റീമോ ഒന്നും ഡെവലപ്പ് ചെയ്ത് വരികയില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ ഭാവിയിൽ ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ഇങ്ങനെ പലവിധമായ സൈക്കോളജിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പോകാനിടയാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യത്തിൽ. നിങ്ങൾ അങ്ങനെ കുട്ടികളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ പെരുമാറ്റ വൈകല്യമാണ്. നിങ്ങൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുവാനായി ശ്രമിക്കുക. നിങ്ങൾ ബോധപൂർവം ഒരു 21 days ഒന്ന് ഇതിനെ സമാധാനത്തിൽ സംസാരിക്കുവാൻ പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. എന്നിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുക. നിങ്ങളുടെ പെരുമാറ്റ വൈകല്യം ഒരിക്കലും കുട്ടിയുടെ ഭാവിയെ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുവാൻ, അവൻ്റെ പേഴ്സണാലിറ്റിയെ തകർക്കുന്ന രീതിയിലാകുവാൻ നിങ്ങൾ അനുവദിക്കുവാൻ പാടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.